ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആദ്യമായിട്ടാണെങ്കിൽ ഇപ്പം തന്നെ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടണും കൂടി അമർത്തുക. അതുകൊണ്ട് ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്കൊരു ഫോട്ടോഷൂട്ട് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ആണ്. ഇപ്പം ഞാനും മാവിയും കൂടിയാണ് പോകുന്നത് കേട്ടോ. അമ്മ വരും, അമ്മ അവിടെ വന്നോളും. അമ്മ പുറത്ത് പോയിരിക്കുകയാണ്, അമ്മ അതുവഴി വന്നോളും കേട്ടോ. ഞാനും മാവിയും നമ്മളെൻ്റെ സെയിം ഡിച്ചാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. വാവയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഞാനും ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എന്തായാലും ഗാഡിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എന്തായാലും മുകളിലോട്ട് പോകാൻ പോവാണ്. ഐസ്, നമുക്കൊരു പണി കിട്ടി. ലാഡിയോ തുറന്നില്ല, അടച്ചിട്ടിരിക്കുക. ഫസ്റ്റ് അറ്റംപ്റ്റ് ഫ്ലോ. നമുക്ക് അമ്മയെ വിളിച്ചു. പോസ്റ്റ് അടിച്ചിരിക്കുന്ന മെമ്മൂസ്, എന്തെങ്കിലും പറയാനുണ്ടോ? എന്തോ ഇച്ചിരി സങ്കടം. ഞാൻ ഷൂട്ടിന് ചെല്ലാത്ത സങ്കടത്തിലായിരുന്നു മിമോസ്. ഞാൻ ഷൂട്ടിന് പോയി, പക്ഷേ ഒരുപാട് വൈകിയാണ് പോകാൻ പറ്റിയത്. എന്നാലും സെക്കൻഡ് കോസ്റ്റ്യൂമിലാവുന്നതിന് മുന്നേ ഞാൻ പോയി. അപ്പോൾ ലാഡിവേലാണ് മിമോസിൻ്റെ ഫേവറേറ്റ് സ്ഥലത്തായിരുന്നു മേക്കപ്പൊക്കെ ചെയ്തത്. ഈ ഹെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ അധികം അങ്ങനെ ഹെയറിലൊന്നും ചെയ്യാറില്ലായിരുന്നു. ഇപ്പം വലിയ ഷൂട്ടൊക്കെ വരുമ്പോൾ മാത്രമേ നമ്മൾ ഹെയറിൽ എന്തെങ്കിലും ക്രിമ്പിങ്ങോ അങ്ങനെ സ്മൂത്തനിങ് ഒക്കെ ചെയ്യാറുള്ളൂ. അല്ലാതെ മിമോസിൻ്റെ ഹെയറിൽ അങ്ങനെ ഇപ്പം ഒരു വർഷമായിട്ട് അങ്ങനെ ഒന്നും ചെയ്യാറില്ല. കാരണം കുട്ടികളുടെ ഹെയറിൽ അങ്ങനെ കഴിയുന്നതും ചെയ്യാത്തതാണ് നല്ലത്. പക്ഷേ ഈ ഷൂട്ടിന് അത് അത്യാവശ്യം ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ചെയ്തത്. മിമോസ് എന്നിട്ട് പരസ്യത്തിൽ കാണുന്ന ഹെയർ പോലെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആക്ഷൻസൊക്കെ ഇങ്ങനെ കാണിച്ചിരിക്കുകയായിരുന്നു. ഒരുപാട് പേരിങ്ങനെ നെഗറ്റീവ് കമൻസ് ഒക്കെ പറയാറുണ്ട് ഹെയറിൻ്റെ ഇത് കാണുമ്പോൾ. ഹെയർ ഒന്നാമതേ വിഗാണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇപ്പോൾ ശരിക്കും മിമോസിന് ഹെയർ വളരെ കുറവാണ്, കുറച്ച് കട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ മേക്കപ്പൊക്കെ തുടങ്ങി. ഈ സമയത്തൊന്നും ഞാനില്ലാത്തത് കൊണ്ട് മിമോസിന് ഭയങ്കര വിഷമമായിരുന്നു. എന്നാലും വാവ ഉണ്ടെങ്കിൽ അവൾ അഡ്ജസ്റ്റ് ചെയ്തോളും. പിന്നെ ഷൂട്ട് സമയത്തിന് മുന്നേ ഞാൻ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒട്ടും ജോയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടാണ്, കുറച്ച് എമർജൻസീസ് ഉള്ളതുകൊണ്ടാണ് പോകാൻ. അല്ലെങ്കിൽ മിമോസിനൊപ്പം എപ്പോഴും ഞാൻ തന്നെ ഷൂട്ടിന് എല്ലാത്തിനും ഞാൻ തന്നെയാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോസൊക്കെ കാണുന്നവർക്ക് അത് അറിയായിരിക്കും. മിമോസ് എന്നാലും വാവേൻ്റെ ഒപ്പം എപ്പോഴും ഹാപ്പിയാണ്. വാവേണ്ടയിലും ഞാനുള്ളതുപോലെ തന്നെയാണ്. പക്ഷേ ഉച്ചയായപ്പോഴത്തേക്കും അവൾ പറഞ്ഞു മൂടൊക്കെ മാറാൻ തുടങ്ങി. ഏകദേശം മുഖത്തറിയാൻ പറ്റും. അപ്പോൾ ഷൂട്ടിനെ അത് ബാധിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു 2 മണിക്ക് മുന്നേ ഞാൻ എത്തി. അങ്ങനെ ദേ നമ്മുടെ ഹെയറൊക്കെ ഏകദേശം ആയി. ഹെയർ ഇതിപ്പോൾ നമ്മുടെ പൂജയിലെ ഷൂട്ടിന് മാം തന്നെ, അതായത് അതിൻ്റെ ഓണർ സിമി മാം തന്നെ സെലക്ട് ചെയ്ത കോസ്റ്റ്യൂംസാണ്. നമ്മൾ ഈദിൻ്റെ ഷൂട്ടും കൂടെ പെട്ടെന്ന് പ്ലാൻ ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഒന്നും വേറെ പ്ലാനിങ്സ് ഒന്നും ചെയ്യാൻ ടൈം കിട്ടിയില്ല. നമ്മൾ വിഷുവിൻ്റെ ഷൂട്ട് ചെയ്യണമെന്ന് മാത്രമായിരുന്നു ആദ്യം പ്ലാനിലുണ്ടായിരുന്നത്. പിന്നീടാണ് ഈദും കൂടി ചെയ്യാം, പെരുന്നാൾ വരുമല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടാണ് എല്ലാം പ്ലാൻ ചെയ്ത്. നമ്മുടെ ഫോട്ടോസ് എല്ലാം എടുത്തത് ജെയ്സൺ തന്നെയാണ്. മിമോസിൻ്റെ ഫേവറേറ്റ് ഫോട്ടോഗ്രാഫറാണ് ജെയ്സൺ. ഫേവറേറ്റ് എന്ന് വെച്ചാൽ മിമോസ് ജെയ്സൻ്റെ കൂടെയും ഇപ്പം ഈ നമ്മുടെ മേക്ക് ഓവർ ലാഡിവേലാണ് മേക്ക് ഓവർ ചെയ്തത്. പീച്ചുവിൻ്റെ കൂടെയൊക്കെ മിമു ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പോൾ അതായത് ഇപ്പം അവൾ കംഫർട്ടബിൾ ആണെങ്കിൽ ഷൂട്ട് നല്ല സ്മൂത്തായിട്ട് പോകും. അങ്ങനെയാണ് നമ്മൾ എന്താ പറയുക, അന്ന് രാത്രി ഒരു 7 മണി വരെയും ഏകദേശം ആ ഒരു ടൈം വരെ ഷൂട്ട് ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ 3 കോസ്റ്റ്യൂം പ്ലാൻ ചെയ്തെങ്കിലും രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും 2 കോസ്റ്റ്യൂമേ തീർക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് അടുത്ത ദിവസം ഒരു ദിവസം കൂടി ഷൂട്ട് പ്ലാൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ ഋദ്ധി റെൻ്റൽ ജ്വല്ലറി ഉണ്ട് മുഖത്തല, കൊല്ലത്ത് തന്നെയാണ്. അവരായിരുന്നു നമുക്ക് ഓർണമെൻറ്റ്സൊക്കെ സ്പോൺസർ ചെയ്തത്. അങ്ങനെ ഞാനും മിമൂസും വാവയും കൂടി അതിൻ്റെ തലേ ദിവസം വൈകിട്ട് പോയിട്ട് മിമൂസിന് ഓർണമെൻറ്റ്സ് ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കോസ്റ്റ്യൂം നമ്മൾ ഫോട്ടോസിൽ മാത്രമാണ് കണ്ടത്. അതുകൊണ്ട് ആ ഒരു എന്താ പറയുക, ഫോട്ടോസ് കണ്ടിട്ട് ആ ഒരു ഏകദേശം കളർ വെച്ചിട്ടാണ് ഓർണമെൻറ്റ്സ് ഒക്കെ സെലക്ട് ചെയ്തത്. പക്ഷേ നല്ല ജുവൽസ് ആയിരുന്നു കേട്ടോ. എല്ലാം നേരിട്ട് കൊണ്ടുവന്നപ്പോൾ അത്യാവശ്യം എല്ലാം മാച്ചായിരുന്നു, മിസ്മാച്ചൊന്നും ഉണ്ടായില്ല. മിമ്മൂസിന് എപ്പോഴും പെരുന്നാൾ ഷൂട്ടിന് ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്, ലാസ്റ്റ് എങ്ങനെ ഇരിക്കുമെന്ന് അറിയാനായിട്ട്. കാരണം അല്ലാതെ വിഷു ഷൂട്ട്, ഓണം ഷൂട്ടിനേക്കാൾ ഒരുപാട് വ്യത്യസ്തമാണല്ലോ പെരുന്നാളിൻ്റെ ഷൂട്ടെന്ന് പറയുമ്പോൾ.
ഈ ഹെയറിൽ വെക്കുന്ന ഇതും ഈ കോസ്റ്റ്യൂമും തലയിൽ തട്ടമൊക്കെ ഇട്ടിട്ട് മിമ്മൂസിന് ഈ മേക്കപ്പും എല്ലാം ഒരുപാട് ഇഷ്ടമായി. നല്ല രസമായിട്ട് ചെയ്തു. പീച്ചു ഈ വട്ടവും അടിപൊളിയായിരുന്നു എല്ലാ വട്ടത്തെ പോലെയും. അതുകൊണ്ട് മിമ്മൂസിന് എപ്പോഴും എന്താ പറയുക, പല പല പീച്ചുവിൻ്റെ കൈ കൊണ്ട് പല പല ടൈപ്പിലെ മേക്ക് ഓവേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ പുറകെ നമ്മൾ വിഷുവിൻ്റെ ഒരു വീഡിയോയും നമ്മൾ വരുന്നുണ്ട്. വിഷു ഷൂട്ടും ഒക്കെ ഏകദേശം കഴിഞ്ഞായിരുന്നു, ഒരു പാട്ട് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ ഇതേ നമ്മുടെ ഹൃദയ റെൻ്റലിൽ നിന്ന് എടുത്ത ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ. ഏത് ടൈപ്പ് കോസ്റ്റ്യൂംസിനും നിങ്ങൾക്ക് അവിടെ പോയാൽ ആ ഒരു എന്താ പറയുക, കറക്റ്റായിട്ട് ആപ്റ്റായിട്ടുള്ള ഓർണമെൻറ്റ്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. അവരുടെ പേജ് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തേക്കാം. അത് നമ്മുടെ കൊല്ലത്ത് തന്നെയാണ്. അത് കഴിഞ്ഞതേ ഞങ്ങൾ ഷൂട്ടിന് പോകാനായിട്ട് ഇറങ്ങി. ആ സമയപ്പോഴേക്കും ഞാൻ എത്തിയിട്ടോ. ഞാൻ കറക്റ്റ് അവർ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 20 മിനിറ്റ്സ് എനിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്തുള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ എത്തി. ഞങ്ങൾ അവിടെ പോയി ഷൂട്ട്, ഈ ഒരു കോസ്റ്റ്യൂമിലെ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. മിമ്മൂസ് എന്തൊക്കെയോ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്. പിന്നെ ദേ നമ്മൾ എവിടെയാണ്, കൊട്ടിയത്ത് റമീസിലായിരുന്നു ഷൂട്ട്. അപ്പം നോയമ്പ് കാലം ആയതുകൊണ്ട് അവിടെ പകൽ ടൈമിൽ ഷോപ്പ് ഇല്ല. വൈകിട്ട് പാർസൽ സർവീസ് ഉണ്ട്, പക്ഷേ അല്ലാതെ കസ്റ്റമേഴ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം കവയാണ് ഹയാത്തും ഒക്കെയാണ് നോക്കിയത്. അപ്പോൾ അവിടെ വേറെ ബുക്കിങ്സ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് റമീസാണ് കിട്ടിയത്. അങ്ങനെ ദേ നമ്മൾ ഷൂട്ടൊക്കെ തുടങ്ങി. മിമ്മൂസ് ഏകദേശം 2 മണി 2:30 നല്ലതായിട്ട് വിശന്ന് തുടങ്ങി. പിന്നെ അത്യാവശ്യം നട്ട്സും കുടിക്കാനുള്ള മിമ്മുവിൻ്റെ ഫേവറേറ്റ് മോഗുമോഗുമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഫുഡ് കഴിക്കാത്തതിൻ്റെ ഒരു ക്ഷീണം കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നു. കാരണം നല്ല ടെമ്പറേച്ചർ ചൂടല്ലേ, നല്ല ക്ലൈമറ്റൊക്കെ നല്ല മാറി നിൽക്കുന്ന ഒരു ടൈമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഷൂട്ടൊക്കെ തീർത്തു. ഈ കോസ്റ്റ്യൂമിലെ ഷൂട്ട് ഏകദേശം തീർത്തിട്ട് തിരിച്ച് ഞങ്ങൾ ലാഡിവേയിലേക്ക് വന്നു. കൊട്ടിയത്തു നിന്ന് ഒരു 3-4 കിലോമീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ ലാഡിവേയിലേക്ക്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾ അടുത്ത ട്രഡീഷണൽ കോസ്റ്റ്യൂമിലേക്ക് നമ്മൾ പോയി. അത് കഴിഞ്ഞിട്ട് ഈ തലയിൽ വയ്ക്കുന്ന ഈ തട്ടവും ഈ മുണ്ടൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പൂജ ഹൈപ്പർ ഷോപ്പിലേക്കാണ് വന്നത്. നമ്മുടെ കൊല്ലത്തൊരു ബ്രാഞ്ച് ഉണ്ട്. കൊല്ലത്ത് പള്ളമുക്കിലാണ് പൂജ ഹൈപ്പർ ഷോപ്പ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ മേക്ക് ഓവേഴ്സ് ചെയ്തത്. എനിക്ക് തോന്നുന്നു മാം ഇത് ആറ്റിങ്ങൽ പൂജ ഉണ്ടല്ലോ, ആറ്റിങ്ങൽ 2 പൂജയുണ്ട്, വെഡ്ഡിങ് സെൻറ്ററും ഉണ്ട്, അല്ലാതൊരു ഷോപ്പും ഉണ്ട്. അപ്പം അവിടെ നിന്നാണ് കോസ്റ്റ്യൂംസ് എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. എന്നിട്ട് ഞങ്ങൾ ഇവിടുത്തെ മിനിച്ചേച്ചിയാണിത്, ഇവിടുത്തെ സ്റ്റാഫാണ്, മിനിച്ചേച്ചിയാണ്. മിമ്മൂസിന് അവിടെ പെരുന്നാളിൻ്റെ നല്ല തിരക്കായിരുന്നു. ആ ടൈമിൽ ഭയങ്കര തിരക്കുള്ളൊരു ടൈമായിരുന്നു. കാരണം ഇത് പെരുന്നാളിന് 2 ദിവസം മുമ്പ്, അതായത് മെനഞ്ഞാന്നാണ് ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കിനിടയ്ക്കാണ് മിനിച്ചേച്ചി ഓടി വന്നിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി തന്നു. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ പരവൂരിലേക്കാണ് പോയത്. പീച്ചുവിൻ്റെ ഹസ്ബൻഡാണ് അബി, പിന്നെ ജെയ്സൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും കൂടെയാണ് വന്നത്. ഇത് പരവൂരാണ് കേട്ടോ ഈ സ്ഥലം. ഒരു ഹിഡൻ പ്ലേസ് ആണ് ഇത്. ശരിക്കും ഒരുപാട് ഉള്ളിലേക്ക് പോകണം. പക്ഷേ അതിൻ്റെ ഒരു ഭംഗി എന്താ പറയുക, നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു. ഫോട്ടോഷൂട്ട്സിനും ഒക്കെ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മളൊരു പയ്യനെ പരിചയപ്പെട്ടായിരുന്നു. ആ പയ്യനാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ, ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ്, ശബരീഷ് ബിജിലാൽ അങ്ങനെ എന്താണ് അവൻ്റെ പേര്. അവന് ഞങ്ങൾ ഷൂട്ട് തീരുന്നവരെ ഞങ്ങളുടെ കൂടെ നിന്ന് ഓരോ കാര്യങ്ങളും അവൻ പറയാറുണ്ട്. അതിനിടയ്ക്ക് ജെയ്സൺ കാണിക്കുന്നുണ്ടോ, ജെയ്സൺ മിമ്മൂസിന് പോസസൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അവൾ അതുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. ജെയ്സനും മിമ്മോ നല്ല സിങ്കായിട്ടുള്ള 2 പേരാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ വയലിൽ കൂടെ ഒരുപാട് നടന്നെന്ന് വെച്ചാൽ ഏകദേശം അത് ചുറ്റി ഒരുപാട് നടന്നു. അത് കഴിഞ്ഞ് ഏകദേശം ലൈറ്റൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പാക്കപ്പ് ആക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വന്നപ്പോൾ ഒരു ഷോപ്പിൽ കയറിയിട്ട് ജ്യൂസൊക്കെ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.